നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. अब मैं आपको भरोसा देता हूं कि यहां बनने वाली बीजेपी एनडीए सरकार केरलम का तेज विकास करेगी. NDA ക്യാമ്പിന് ആവേശമായി വികസിത കേരള മുദ്രാവാക്യം ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA വന്നാൽ വികസനം ഗ്യാരണ്ടി എന്ന് മോദി. ഇടതു വലതു മുന്നണികളുടെ ഡീൽ ആരോപണം BJPയുടെ വളർച്ചയെ ഭയക്കുന്നതിന് തെളിവെന്ന് പ്രധാനമന്ത്രി. NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമയവും സ്ഥലവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. നുണേശനാണോ നുണറായിയാണോ കൂടുതൽ യോജിക്കുന്നത് കാണാമെന്നും വെല്ലുവിളി. 10 വർഷമായി സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് മുഖ്യമന്ത്രി. ഇന്ത്യൻ പ്രവാസികൾക്ക് സംരക്ഷണമൊരുക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് മൻ കി ബാത്തിലൂടെ നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടാൻ രാജ്യത്തിന്റെ വിപുലമായ ആഗോള ബന്ധങ്ങൾ സഹായിച്ചുവെന്നും നരേന്ദ്രമോദി. ഇറാനിൽ കരയുദ്ധത്തിന് ഒരുക്കം തുടങ്ങിയ അമേരിക്ക. ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്ന് ഹൂതികൾ. അമേരിക്കയുടെ വിമാനം തകർത്തെന്ന് ഇറാൻ. ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിച്ച് ഇറാന്റെ ആക്രമണം തുടരുന്നു. IPL-ൽ വിജയത്തുടക്കത്തിനായി മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും. മത്സരം രാത്രി 7:30 മുതൽ മുംബൈയിൽ. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമേകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊട്ടമൈതാനത്തെ പൊതുസമ്മേളനത്തിൽ ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. തൃശൂരിലെത്തിയ മോദി പത്മജ വേണുഗോപാലിന്റെ റോഡ് ഷോയിലും പങ്കെടുത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം അണിനിരന്നു. വിശദാംശങ്ങൾ ഹരീഷ് നാരായണൻ നൽകും. ഹരീഷ്, പ്രധാനമന്ത്രിയെ എത്തിച്ച് NDA ക്യാമ്പ് കൂടുതൽ ആവേശത്തിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് 11 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. എത്രത്തോളം ആവേശമുണ്ട് പ്രധാനമന്ത്രിയുടെ ഈ വരവ് NDA ക്യാമ്പിന്? അഖില, തീർച്ചയായും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. പാലക്കാടും തൃശ്ശൂരും എത്രത്തോളം ആവേശത്തിലായിരുന്നു ഓരോ പ്രവർത്തകനും എന്നുള്ളത് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നും എടുത്തു പറയേണ്ടതാണ്. അത്രത്തോളം ആവേശമായിരുന്നു ഈ ഒരു പാലക്കാടും തൃശ്ശൂരും ഈ ഒരു പ്രധാനമന്ത്രിയുടെ പ്രചരണാർത്ഥം ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യം പാലക്കാട് എത്തിയ പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുകയും വലിയ രീതിയിൽ ഈ പ്രവർത്തകർക്ക് ഉന്മേഷം തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പ്രസംഗം കാഴ്ചവെക്കുകയും ചെയ്തു യോഗത്തിൽ. അതിനുശേഷമാണ് അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുത്തത്. റോഡ് ഷോയിലും വലിയ ആരവമായിരുന്നു, വലിയ ആവേശമായിരുന്നു. അത്രത്തോളം ആളുകൾ പങ്കെടുത്തു. സ്ഥാനാർത്ഥികൾ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തത് വലിയ ആവേശമായി. അതിനുശേഷം വൈകിട്ടോടുകൂടി തൃശ്ശൂരിലെത്തിയ പ്രധാനമന്ത്രി വലിയ ഒരു ജനാരവത്തെയാണ് തൃശ്ശൂരിലും കണ്ടത് എന്നുള്ളതാണ്. ഞാൻ രാവിലെ റൗണ്ട് മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു. ഇരുവശവും ബാരിക്കേഡ് വെച്ചിരുന്നു. ഈ ബാരിക്കേഡിന് മുഴുവൻ ബാരിക്കേഡ് നിറഞ്ഞ രീതിയിൽ, ഈ ബാരിക്കേഡിന്റെ 2 ബാരിക്കേഡിന് നടുക്ക നിറഞ്ഞു നിൽക്കുകയായിരുന്നു ജനങ്ങൾ എന്നുള്ളതാണ്. ജനനിബിഡമായ ഒരു കാഴ്ചയാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ അല്പസമയം മുൻപ് വരെ നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ പ്രധാനമന്ത്രി എത്തിയ സന്തോഷത്തിലായിരുന്നു ഓരോ പ്രവർത്തകനും എന്നുള്ളതാണ്. ഉച്ച മുതൽ ഈ ഒരു പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ് പ്രധാനമന്ത്രിയെ. അദ്ദേഹം വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വലിയ ആവേശമായിരുന്നു, വലിയ ആഘോഷമായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. കയ്യടിയും മുദ്രാവാക്യം വിളിയും അഭിവാദം അർപ്പിക്കലും ഒക്കെ ആയി വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു ആഹ്ലാദ പ്രകടനമാണ് തൃശ്ശൂരിൽ ഒന്നടങ്കം നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തി ഈ തുറന്ന ജീപ്പിൽ കയറി ആളുകളെ അഭിവാദ്യം ചെയ്തപ്പോൾ ഓരോ പ്രവർത്തകനും കയ്യടിച്ച് അദ്ദേഹത്തെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിൽ കണ്ടത്. വടക്കുന്നാഥനെ വലം വെച്ച അദ്ദേഹത്തിന്റെ ഈ ഒരു റോഡ് ഷോ മുന്നോട്ട് പോകുമ്പോൾ ഇരുവശങ്ങളുമായി തടിച്ചുകൂടിയ ഓരോ പ്രവർത്തകരും വലിയ രീതിയിലുള്ള ഒരു സന്തോഷം പങ്കുവെക്കുകയും അദ്ദേഹത്തെ കൈവീശി കാണിച്ച് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ നിന്നും ആ ഒരു പ്രവർത്തകരുടെയും തൃശ്ശൂരിലെ ജനങ്ങളുടെയൊക്കെ ആവേശം നമുക്ക് കൃത്യമായി കാണാൻ സാധിച്ചു. ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഗുണം ചെയ്യും NDAക്ക് എന്ന് തന്നെ വേണം പറയാൻ. കാരണം പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ആവേശം പ്രവർത്തകരിലും സ്ഥാനാർത്ഥികളിലും ജനങ്ങളിലും ജനിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുടെ വിജയം. ഇവിടെ വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചു. അത് പ്രധാനമന്ത്രി അദ്ദേഹം ഈ ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായി എത്തുകയും ചെയ്തു. സമാനമായൊരു വിജയം അതുതന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും NDA ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ നേരിട്ട്
ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അത് തീർച്ചയായും ഫലവത്താകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. കാരണം അത്രത്തോളം ആളുകൾ ഇന്ന് ഈ ഒരു സ്വരാജ് റൗണ്ടിൽ തടിച്ചുകൂടി എന്നുള്ളതാണ്. ഒരു പൂരത്തിന്റെ പ്രതീതി അല്ലെങ്കിൽ ഒരു പുലികളിയുടെ പ്രതീതിയൊക്കെ ആയിരുന്നു സ്വരാജ് റൗണ്ടിൽ. അത്രത്തോളം ആളുകളായിരുന്നു പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാനും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനും അദ്ദേഹത്തെ സ്വീകരിക്കാനും ഒക്കെ പ്രവർത്തകരായും സാധാരണ ജനങ്ങളായും ഒക്കെ ഇവിടെ തടിച്ചുകൂടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. NDA സംബന്ധിച്ച വലിയ ഒരു വിജയത്തിലേക്കുള്ള ഒരു പാത എന്ന് തന്നെ വേണം ഈ ഒരു പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലേക്കുള്ള വരവിനെ കുറിച്ച് പറയാൻ. കാരണം അവർ ഒരു ഒന്നാമത്തെ പകുതി വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി രണ്ടാം പകുതിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് വിജയപ്രതീക്ഷകൾ കൂടി അവർ കണക്കാക്കണം. ആ ആദ്യഘട്ടം അവർ ഭംഗിയായി തന്നെ പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ആ ഒരു ഘട്ടം പൂർത്തിയായി. പ്രത്യേകിച്ചും NDA ക്യാമ്പിനെ സംബന്ധിച്ച വലിയ ശുഭപ്രതീക്ഷയൊക്കെ ഉണ്ടാക്കാൻ വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗവും അദ്ദേഹത്തിന്റെ ഈ ഒരു റോഡ് ഷോ ഒക്കെ വലിയ രീതിയിൽ ഇവരിൽ ഈ NDA ക്യാമ്പിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ആ ഒരു ആശ്വാസം അവർക്ക് തീർച്ചയായും ഉണ്ട്. അദ്ദേഹം വന്ന ആ ഒരു സമയത്ത് തന്നെ പ്രവർത്തകരുടെ മുഖത്ത് ആ ഒരു ആഹ്ലാദം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഈ ഒരു ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നും ഈ തുറന്ന ജീപ്പിൽ ഈ സ്വരാജ് റൗണ്ട് വടക്കുന്നാഥനെ വലം വെച്ച ബിനി ഹെറിറ്റേജിൽ അവസാനിക്കുമ്പോൾ ആ വഴി മുഴുവൻ നിന്നിരുന്ന ആളുകൾ ഓരോ ആളുകളും മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു വിജയപ്രതീക്ഷയോടുകൂടി അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. 2 ദിവസത്തോളമായി SPJ ടീമും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ തൃശ്ശൂർ റൗണ്ടിലുണ്ടായിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം അദ്ദേഹം എത്തുമ്പോഴും ആ ഒരു സുരക്ഷയിൽ തന്നെ ഒട്ടും വീഴ്ച വരുത്താതെ എല്ലാ കാര്യങ്ങളിലും കൃത്യത നിർവഹിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സുഗമമായി തന്നെ അദ്ദേഹത്തിന് ഈ സ്വരാജ് റൗണ്ട് വലം വെച്ച് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നാടകീയ രംഗങ്ങൾ ഉണ്ടായത് നമുക്കറിയാം. പലരും അവസാന ഘട്ടത്തിൽ പല പ്രമുഖരും മറ്റു പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കണ്ടതാണ്. CC മുകുന്ദൻ MLA അടക്കം BJPയിലേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടതാണ്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടക്കം കുറിച്ച ആ വിജയം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴും അതേപോലെ തുടരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. അത്രത്തോളം ആവേശം ഇന്ന് ജനങ്ങളിൽ ഉണ്ടായിരുന്നു, പ്രവർത്തകരിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹരീഷ്, ഏതായാലും ആവേശം അലകടലാവുകയാണ്. ഒരുപക്ഷെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനെ ഒരു കാവി പടയാക്കി മാറ്റുന്ന കാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ വരവ് ഉണ്ടാക്കിയത്. ആ ഒരു മോദി പ്രഭാവം എത്രത്തോളം NDAക്ക് കരുത്താവുമെന്ന് നമുക്ക് ആ വോട്ടെണ്ണുമ്പോൾ അറിയാം. ഹരീഷാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. NDA ക്യാമ്പിന് ആവേശമായി വികസിത കേരള മുദ്രാവാക്യമാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. NDA വന്നാൽ വികസനം ഗ്യാരണ്ടി എന്ന് മോദി. കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നപ്പോഴാണ് പാലക്കാട് IIT വന്നതെന്നും നാഷണൽ ഹൈവേ വികസനം നടന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. अब मैं आपको भरोसा देता हूं कि यहां बनने वाली BJP NDA सरकार केरलम का तेज विकास करेगी, विकसित केरलम बनाएगी और ये मोदी की गारंटी है. What remain unchanged will change. Now Kerala will be developed. मारा तत्व इन्हें मारूं, इन्हीं केरलम वलरम. പാലക്കാട് കോട്ട മൈതാനിയിലെ BJP തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ ഡീൽ ആരോപണത്തിൽ പ്രതികരണമാണ് പ്രധാനമന്ത്രി നടത്തിയത്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കോൺഗ്രസുകാർ BJPയുടെ B ടീമാണെന്ന്. കോൺഗ്രസുകാരും ഇതേ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ BJP A ടീമായി മാറുകയാണ്. 2 മുന്നണികളും ഭയക്കുന്നത് BJPയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. इन दिनों कम्युनिस्ट और कांग्रेस ने मिलकर एक नया प्रोपेगेंडा शुरू किया है. कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है. यानी LDF और UDF इन लोगों ने भी मान लिया है इस बार केरलम चुनाव में
एक टीम अगर कोई है तो वो सिर्फ और सिर्फ बीजेपी ही है। രാഹുൽ ഗാന്ധിയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നാളെ തുടക്കമാവുകയാണ്. ഹെലികോപ്റ്റർ മാർഗം അടൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി 12:15 അടൂർ KSRTC ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. തുടർന്ന് റോഡ് മാർഗം പത്തനംതിട്ടയിലെത്തുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് 1 മണിക്ക് പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. പിന്നീട് പ്രമാടത്തു നിന്നും ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് തിരിക്കും. അവിടെ കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്വീകരണ യോഗത്തിലും പുതുപ്പള്ളി, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിലും പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനത്തിനായി എത്തുമെന്ന് ആന്റണി MP, AICC സെക്രട്ടറിമാരായ രുദ്രരാജു, സരിത എന്നിവർ അറിയിച്ചു. മലപ്പുറത്ത് ഇടതു കേന്ദ്രങ്ങളിലെ ആവേശത്തിലാക്കി മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം. 10 വർഷമായി സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. വർഗീയതയോട് സന്ധി ചെയ്യുന്നവരാണ് UDF എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയും സംസ്ഥാന സർക്കാരിന്റെ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണം. മതനിരപേക്ഷതയുടെയും വികസന കാഴ്ചപ്പാടിന്റെയും വിളനിലമായി കേരളത്തെ നിലനിർത്തുന്ന ഇടതു സർക്കാരിനെ നുണപ്രചരണത്തിലൂടെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് UDF നടത്തുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. രഹസ്യമായി പ്രചരിപ്പിക്കുന്ന നുണയിലൂടെ അപകീർത്തിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനുമാകുമോ എന്നാണ് നോക്കുന്നത്. ഇതിന്റെ വക്താക്കളായി ഈ പറയുന്ന വിഭാഗം കേരളത്തിലെ UDF വിലക്കെടുത്തവരും മാറുന്നു എന്നാണ് വസ്തുത. വിലക്കെടുത്ത വിഭാഗങ്ങളുണ്ട്. അതില് നിർഭാഗ്യവശാൽ ഒരു കൂട്ടം മാധ്യമങ്ങളുമുണ്ട്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി, RSS തുടങ്ങിയ സംഘടനകളുമായി അവിശുദ്ധ സഖ്യത്തിലാണ് UDF എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരൂരിലായിരുന്നു ആദ്യ പരിപാടി. തിരൂർ, താനൂർ മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളായ V. അബ്ദുറഹ്മാൻ, P. മുഹമ്മദ് സമീർ എന്നിവരുടെ കൺവെൻഷനുകൾക്ക് ശേഷം പൊന്നാനി, തവനൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നുണേശനാണോ നുണറായിയാണോ കൂടുതൽ യോജിക്കുന്നതെന്ന് നമുക്ക് കാണാം. താൻ എല്ലാം പഠിച്ചു പറയുന്ന ആളാണ്. തന്നെ എങ്ങനെയെങ്കിലും തകർക്കാനാണ് നുണേശൻ എന്ന് വിളിക്കുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്താൽ മാത്രമാണ് പ്രശ്നമെന്നും PDP LDFന് പിന്തുണ നൽകിയപ്പോൾ അവർ മതേതരവാദിയായി എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഞാൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്. മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും എല്ലാം ഞാൻ സംവാദത്തിന് തയ്യാറാണ്. എപ്പോ വേണമെങ്കിലും സംവാദത്തിന് തയ്യാറാണ്. ഏത് സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും സമയത്തും ഞാൻ വരാൻ തയ്യാറാണ്. എല്ലാ വികസന കാര്യങ്ങളുടെയും കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ തൊട്ട് ഈ വീടിന്റെ കാര്യം തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സംവാദത്തിന് തയ്യാറാണ്. എപ്പോഴും സംവാദത്തിന് തയ്യാറാണ്. നുണേശൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരിട്ട്, നുണേശനാണ് കൂടുതൽ യോജിക്കുന്നത്, നുണറായിയാണ് കൂടുതൽ യോജിക്കുന്നത് നമുക്ക് നോക്കാം. പിണറായിക്ക് നുണറായി എന്നുള്ളൊരു പേര് ഞാനിടുക നുണറായി എന്ന് ഞാൻ പേരിടുകയാണ്. അപ്പൊ നുണേശനാണ് നുണറായിയാണ് ഏറ്റവും യോജിക്കുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങൾ പറഞ്ഞു. ഈ കഴിഞ്ഞ 1 മാസം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പേരൊന്നും വിളിക്കുന്നില്ല. എന്നെ അരുവിക്കരയിലെ BJP കോൺഗ്രസ് ഡീലിനെ കുറിച്ച് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന് LDF സ്ഥാനാർത്ഥി G. സ്റ്റീഫൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് അരുവിക്കരയിലെ വികസന മുരടിപ്പാണെന്ന് പറയുന്നതെന്നും സ്റ്റീഫൻ വ്യക്തമാക്കി. ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് അരുവിക്കര നിയോജക മണ്ഡലം. കഴിഞ്ഞ കുറേ കാലങ്ങളായി UDFന്റെ കുത്തക മണ്ഡലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അത് LDF പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തവണ 3ാം LDF സർക്കാരിന് വേണ്ടിയിട്ടുള്ള പ്രചാരണ പരിപാടികൾ അല്ലെങ്കിൽ ആ ഒരു അവകാശവാദം അല്ലെങ്കിൽ ആ ഒരു ശ്രമം CPMന്റെ ഭാഗത്തുനിന്ന് LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അരുവിക്കരയിൽ 2ാം തവണയും വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് LDF പങ്കുവയ്ക്കുന്നത്. സ്ഥാനാർത്ഥിയായിട്ടുള്ള G. സ്റ്റീഫൻ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പര്യടനങ്ങൾ? ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണല്ലോ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ CPM സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ആ സമയം മുതൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. അത് ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു.
നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ വികസന മുരടിപ്പാണ് ഉള്ളത് എന്നുള്ളതാണ് കോൺഗ്രസും UDF ആരോപിക്കുന്ന ഒരു കാര്യം. അതിന് മറുപടി ഉണ്ടോ? തീർച്ചയായും മറുപടിയുണ്ട്. അരുവിക്കര അറിഞ്ഞുകൂടാത്തവരാണത് പറഞ്ഞത്. പാറശാല ഇരുന്നുകൊണ്ടോ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടോ അരുവിക്കര നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റില്ല. ഈ പറഞ്ഞവരാരെങ്കിലും ഇപ്പം അരുവിക്കര മണ്ഡലത്തിലൂടെ ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഇനി അഭിപ്രായം പറയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. 1200 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. അത് പോരാന്ന് ഈ പറഞ്ഞവർ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് പ്രിൻ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഇറക്കും. ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് പൂർണ്ണമായും ബോധ്യമുണ്ട്. റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം എല്ലാം ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രധാനമായും കേൾക്കുന്ന ഒരു കാര്യം ഡീൽ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അത് തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു. ആ നിലയ്ക്ക് ഇവിടെ ഏത് നിലയ്ക്കുള്ളൊരു മത്സരമാണ്? LDF UDF തമ്മിലൊരു മത്സരമാണോ നടക്കുന്നത്, അതോ ഏതെങ്കിലും തരത്തിൽ ഡീൽ ആരോപണങ്ങളുണ്ടോ? ഡീൽ എന്നുള്ള വാക്ക് രാഷ്ട്രീയത്തിന് ചേർന്ന ഒരു വാക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏത് രംഗത്തിനും ഒരു സദാചാരമുണ്ട്, രാഷ്ട്രീയത്തിനും സദാചാരം വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവരവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെയും അവരവർ പ്രവർത്തിക്കുന്ന പാർട്ടിയെയും ഒറ്റ കൊടുക്കാൻ പാടില്ല ആരും. ആരെങ്കിലും ഒറ്റ കൊടുത്താൽ അവന് ഒറ്റുകാരനെന്ന് മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലായിരുന്നു LDFന്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ഹുസൂർ ഒരു പത്രസമ്മേളനം നടത്തിയതായി കേട്ടു. പിന്നെ ഞങ്ങളത് കണ്ടു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു, തിരുവനന്തപുരം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ ഡീലുണ്ട്. അത് ജില്ലാ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ അറിവോടുകൂടിയാണ്. അത് നേമം, വട്ടിയൂർക്കാവ്, അരുവിക്കരയാണ് പരാമർശ വിഷയമാകുന്ന 3 മണ്ഡലങ്ങൾ. ഒരു മണ്ഡലം BJPക്ക് ജയിക്കാൻ 2 മണ്ഡലം കോൺഗ്രസിനെ ജയിപ്പിക്കും എന്നാണ് കേൾക്കുന്നത്. എൻ്റെ തെളിവൊന്നുമില്ല. ഹുസൂറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ ഹുസൂർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പോളിംഗ് ദിവസവും കൗണ്ടിംഗ് ദിവസവും ആയാലും നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും. ഒരു മൂന്നാം LDF സർക്കാരിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ ഇവിടെ 2ാം വട്ടവും വിജയിക്കുക എന്നുള്ളതാണല്ലോ ഒരു ലക്ഷ്യമായി വെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാവും? ഈ ആളുകളുടെ പ്രതികരണത്തിന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ജനങ്ങളുടെ പ്രതികരണം 100% ഞങ്ങൾക്ക് അനുകൂലമാണ്. ഈ മണ്ഡലത്തിൽ നിന്ന് അവർ തിരഞ്ഞെടുത്ത ജനപ്രതി എന്നുള്ള നിലയിൽ അവരുടെ സുഖദുഃഖങ്ങളിൽ ഞാനുണ്ടായിരുന്നു. അവരറിയിക്കുന്നത് ഞാൻ അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു ഏർപ്പാടിനും മറ്റു ചില MLA മാരെ പോലെ പോയില്ല. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സ്റ്റീഫനും ഒപ്പം തന്നെ ഇടതുമുന്നണിയും ഉള്ളത് എന്നുള്ളതാണ്. മൂന്നാമത് LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ അരുവിക്കരയിൽ തുടർച്ചയായിട്ടുള്ള വിജയം തന്നെ LDFന് ഉണ്ടാകുമെന്ന് സ്റ്റീഫൻ അവകാശപ്പെടുന്നു. ക്യാമറ പേഴ്സൺ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം അരുവിക്കരയിൽ അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത പോലും പരിഹരിക്കാൻ LDF UDF മുന്നണികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് NDA സ്ഥാനാർത്ഥി വിവേക് ഗോപൻ. BJPക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് അരുവിക്കരയിലുള്ളതെന്നും വിവേക് ഗോപൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പര്യടനം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ രംഗത്ത് വരികയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം? വളരെ ആവേശോജ്വലമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. വളരെ പോസിറ്റീവ് രീതിയിലുള്ള റെസ്പോൺസസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വിജയ പ്രതീക്ഷയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്തെ മറ്റ് മണ്ഡലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരു അവസാനം ആണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് എന്നുള്ള രീതിക്കുള്ളൊരു ഒരു പ്രചാരണമാണ് എതിർ കക്ഷികൾ ഉന്നയിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ അവരെല്ലാം TV-യിലൂടെ അവരെന്നെ സ്വീകരിച്ച ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ളൊരു 5 വർഷം അവർക്ക് നേരിട്ട് എന്നെ കണ്ട് സ്വീകരിക്കാനുള്ളൊരു അവസരവും കൂടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആയിരിക്കണം അവർക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുറകിലോട്ട് എന്നുള്ളൊരു ഫീൽ എനിക്കിതുവരെ തോന്നണില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്? ആദ്യമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള പല സൗകര്യങ്ങളും ഇവിടെ ലഭ്യത വരുത്താനായിട്ടുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയുമ്പോൾ തന്നെ നമ്മൾ കുടിവെള്ള ക്ഷാമമുണ്ട്. അതുപോലെ തന്നെ പല ഉൾപ്രദേശങ്ങളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സിറ്റിയിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന വനിതകൾക്കൊക്കെ വീട്ടിലേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ലൈറ്റ്സ് ഒന്നും പല സ്ഥലങ്ങളിലില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്യജീവികളുടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന പല മേഖലകളുണ്ട്. പിന്നെ കുടിവെള്ള ക്ഷാമമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് ചിന്തിക്കും അരുവിക്കരയിൽ കുടിവെള്ള ക്ഷാമമെന്ന് ചിന്തിക്കും. പക്ഷേ നമ്മുടെ പല ഭാഗത്തും അരുവിക്കരയിൽ നിന്നാണ് വെള്ളം പോകുന്നതെന്നുണ്ടെങ്കിലും ഇന്നും അരുവിക്കരയിലെ പല പഞ്ചായത്തുകളിലും കുടിവെള്ള ക്ഷാമം നിലനിൽക്കുകയാണ്. അപ്പോൾ ജൽജീവൻ മിഷൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികൾ
വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ പറഞ്ഞ പോലെ മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് പോണ കണക്ഷൻ വരെ എത്തി നിൽക്കുക. വീട്ടിൽ പൈപ്പ് വെച്ചിട്ടുണ്ട്, പക്ഷേ പൈപ്പിൽ വെള്ളമില്ല. അതൊക്കെ ഇവിടുത്തെ ഇപ്പം സിറ്റിംഗ് ആയിട്ടുള്ള MLAയുടെ അനാസ്ഥ കൂടിയാണെന്ന് വേണം പറയാനായിട്ട്. പല ഇതുപോലുള്ള നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പലയിടത്തും സർവ്വസജ്ജമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളില്ല, ആംബുലൻസസ് ഇല്ല. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ 8 പഞ്ചായത്തോളം ഉണ്ടെങ്കിലും അവിടെ ഒന്നും ഗ്രൗണ്ടുകളേ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ യുവാക്കൾക്കൊന്ന് കളിക്കാനായിട്ടോ എല്ലാവരും, ഞാൻ പറയാതെ തന്നെ അറിയില്ല, നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിക്കൂടും. അപ്പം പുറത്തിറങ്ങി ഒന്ന് കളിക്കണം എന്ന് വിചാരിച്ചാൽ പോലും, യുവാക്കളൊന്ന് ഒത്തുകൂടണം എന്ന് വിചാരിച്ചാൽ പോലും ഒരു ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സെറ്റിൽമെൻറ്റ് ഏരിയയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ ആ കോട്ടൂരൊക്കെ പോയ സമയത്ത് പല സ്ഥലങ്ങളിലും റോഡില്ല. അവിടെയൊക്കെ മറ്റേ 4-വീൽ ഡ്രൈവ് ജീപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗിയെ അവിടുന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെലിവറിക്ക് കൊണ്ടുപോയ ഒരു ലേഡി ഓട്ടോയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ കടമ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ട് പയ്യെ അരുവിക്കര മണ്ഡലം ഈ കേരളത്തിലുടനീളം ഉള്ള കോൺസ്റ്റിറ്റ്യുവൻസി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു മികച്ച മണ്ഡലമാക്കി തീർക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം കൂടിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് NDA BJP ഇവിടെ വോട്ട് തേടുന്നത്. അരുവിക്കരയിൽ ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. ക്യാമറാമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് TVK അധ്യക്ഷൻ വിജയുടെ കന്നി അംഗത്തിലേക്കാണ്. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും വിജയ് നേരിട്ട് ജനവിധി തേടുമെന്ന പ്രഖ്യാപനം തമിഴക രാഷ്ട്രീയത്തിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭരണകക്ഷിയായ DMKയുടെ കരുത്തരായ നേതാക്കൾക്കെതിരെ ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് വിസിൽ ചിഹ്നത്തിൽ വോട്ടു തേടി വിജയ് കളം നിറയുകയാണ്. ലഹരിമുക്ത തമിഴ്നാട് മുതൽ തൊഴിലില്ലായ്മ, വേതനം വരെയുള്ള വാഗ്ദാനങ്ങളാണ് TVK നൽകുന്നത്. തമിഴ് മണ്ണ് പുതിയൊരു രാഷ്ട്രീയ യുഗത്തിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുകയാണ്. തമിഴ് വെற்றி കഴകം അധ്യക്ഷൻ വിജയ് തന്റെ കന്നിയംഗത്തിൽ 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്നു. പെരമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റും. വെറുമൊരു സ്ഥാനാർത്ഥി പട്ടികയല്ല, മറിച്ച് ജനങ്ങളുടെ രക്ഷകരെയാണ് താൻ അവതരിപ്പിക്കുന്നതെന്ന് വിജയ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. C. ജോസഫ് വിജയ് എന്ന പേരിലാണ് വിജയ് ജനവിധി തേടുന്നത്. പെരമ്പൂർ C. ജോസഫ് വിജയ്, തിരുച്ചി കിഴക്ക്. DMK കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് TVKയുടെ പടയൊരുക്കം. മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ കൊളത്തൂരിൽ VS ബാബുവും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ ചെപ്പോക്കിൽ മുൻ കോൺഗ്രസ് നേതാവ് D. സെൽവവും പോരാടും. ജനറൽ സെക്രട്ടറി ആദവ് അർജുന വില്ലിവാക്കത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യൻ ഗോപിച്ചെട്ടിപ്പാളയത്ത് നിന്നും TVK ടിക്കറ്റിൽ ജനവിധി തേടും. അഴിമതിക്കാരെയും കൊള്ളക്കാരെയും മാറ്റി നിർത്തി സാധാരണക്കാരുടെ ഭരണം ഉറപ്പാക്കണമെന്നാണ് വിജയുടെ ആഹ്വാനം. ലഹരിമുക്ത തമിഴ്നാട്, ഉന്നത വിദ്യാഭ്യാസത്തിന് 20 ലക്ഷം രൂപയുടെ ധനസഹായം, 29 വയസ്സ് കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്തവർക്ക് പ്രതിമാസം 4000 രൂപ വേതനം, പഞ്ചായത്തുകൾ വഴി സർക്കാർ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സമിതികൾ എന്നിവയാണ് TVKയുടെ പ്രധാന വാഗ്ദാനങ്ങൾ. ഏപ്രിൽ 23-ന് 234 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. DMK നേതൃത്വം നൽകുന്ന ഭരണമുന്നണി, AIADMK, BJP ഉൾപ്പെട്ട NDA, PMK ശശികല സഖ്യം എന്നിവർക്കിടയിലേക്ക് TVK കൂടി എത്തുന്നതോടെ തമിഴ്നാട്ടിൽ ഇത്തവണ നടക്കുന്നത് ശക്തമായ ചതുഷ്കോണ പോരാട്ടമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കേരളം മുന്നോട്ടു പോകുമ്പോൾ കോവളവും ഒപ്പമുണ്ടാകുമെന്ന് കോവളത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഭഗത് റൂഫസ്. സർക്കാർ പദ്ധതികളല്ലാതെ മണ്ഡലത്തിൽ മറ്റു പദ്ധതികളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നും വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഏത് സർക്കാരാണ് പിന്തുണച്ചതെന്ന് ജനങ്ങൾക്കറിയാമെന്നും ഭഗത് പറഞ്ഞു. കോവളത്തിലെ LDF സ്ഥാനാർത്ഥി ഭഗത് റൂഫസ് പ്രചരണത്തിൻ്റെയൊക്കെ തിരക്കിലാണ്. ആ തിരക്കുകൾക്കിടയിലും അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് പ്രചരണം? ആളുകൾക്കിടയിൽ നിന്നുള്ളൊരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നേരിട്ട് അനുഭവിച്ചതല്ലേ, നമ്മുടെ അത്രയും ആവേശകരമായിട്ടാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഇത്തവണ കേരളം മുന്നോട്ട് പോകുമ്പോൾ കോവളവും ഒപ്പമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നപ്പോൾ കോവളം മാത്രമായിരുന്നു UDFനോടൊപ്പം നിന്നത്. അപ്പോൾ ഇത്തവണ അത്തരത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ?
ഇല്ല, ഒരിക്കലും ഇല്ല. അതാണല്ലോ പറഞ്ഞത്, നമ്മുടെ LDF എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടെയാണ്. നമ്മുടെ സർക്കാർ പദ്ധതികളല്ലാതെ മറ്റ് ഇവിടുത്തെ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഒരു പദ്ധതി പോലും ഈ മണ്ഡലത്തിൽ നടന്നിട്ടില്ല. നമ്മുടെ തീരദേശ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമ്മമാർക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല. KSRTC ഡിപ്പോയുടെ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിയമസഭയിൽ തന്നെ പരാമർശിച്ചൊരു കാര്യമാണ്. നമ്മുടെ വെള്ളായണി കായലിൽ നടക്കുന്ന പദ്ധതി 96 കോടി രൂപയുടെ പദ്ധതി, നമ്മുടെ മേൽപ്പാലം കാക്കാമുല മേൽപ്പാലം 32 കോടിയോളം വരുന്ന പദ്ധതി, അതുപോലെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി, ഇതെല്ലാം സാധ്യമാക്കിയത് സർക്കാർ പദ്ധതിയുടെ നേതൃത്വത്തിലാണ്. നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഹൈമാസ്ക് ലൈറ്റ് അല്ലാതെ ഒരു പ്രവർത്തനം പോലും ഇതുവരെ വന്നിട്ടില്ല. ഈ സർക്കാർ ഉയർത്തിക്കാണിക്കുന്ന ഒരു വികസന പദ്ധതിയാണ് വിഴിഞ്ഞം. ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് അത് UDF സർക്കാരാണ് കൊണ്ടുവന്നത്. കരാറ് വരെ UDF സർക്കാർ അത് എത്തിച്ചില്ലായിരുന്നെങ്കിൽ ആ ഒരു പദ്ധതി തന്നെ ചിലപ്പോൾ നടപ്പാക്കാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ സമരപ്പന്തലിൽ അത് വരാതിരിക്കാൻ വേണ്ടി മുൻപിൽ നിന്ന് മുദ്രാവാക്യം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന നമ്മുടെ ജനപ്രതിനിധി. അത് നമുക്ക് മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതമുണ്ട്. ഏത് സർക്കാരാണ് ഇത് പിന്തുണച്ചതെന്നും ഏത് ഫണ്ടിൽ നിന്നാണ് വന്നതെന്നും എല്ലാവർക്കും അറിയാം. ഈ കോവളം എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ്. അപ്പോൾ ആ ഒരു ടൂറിസം കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കുന്നത് അവിടുത്തെ ഒരു ശുചിത്വവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നവും അതുപോലെ തന്നെ ഈ തീരദേശവാസികളുടെ കുടിവെള്ള പ്രശ്നവുമാണ്. അത്തരത്തിലുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? അതെ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോവളം ഇത്രയും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. എന്നാൽ ആ കോവളം ജംഗ്ഷനിൽ നിന്ന് ഇരുവശത്തേക്ക് താഴോട്ട് നമുക്ക് വരുമ്പോൾ ഇതുവരെയും ഫുട്പാത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന രീതിയിലും ഒരു സാധാരണക്കാരനെന്ന രീതിയിലും അന്ന് കേസ് നൽകിയത്. ഇനി നമ്മുടെ പൂവാർ ബാക്ക് വാട്ടർ നമുക്കറിയാം. നമ്മുടെ ഇവിടെയുള്ള ഏക ശുദ്ധജല തടാകമായ നമ്മുടെ വെള്ളായണി കായലറിയാം. ഇവിടെ എല്ലാം നടക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ളതാണ്. ഇനി കോവളം പ്രദേശത്ത് ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഡയറക്റ്റ് കടലിലേക്ക് വിടുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. ഈ പറയുന്ന തീരദേശ മേഖലയിലെ പാവപ്പെട്ട അമ്മമാർക്ക് ഇതുവരെയും ഈ പറയുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഒരു പദ്ധതിക്ക് പോലും നേതൃത്വം നൽകാൻ ഇവിടുത്തെ നിലവിലെ ജനപ്രതിനിധിക്ക് ആയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ജലജീവൻ പദ്ധതി വഴിയും മറ്റ് പദ്ധതികളും നടപ്പിലാകുന്നു എന്നല്ലാതെ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടില്ല. ഈ പ്രധാനമായിട്ടും ഈ MLA പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോവളത്തിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ വെള്ളായണി കായൽ, നമ്മുടെ തീരദേശം, നമ്മുടെ വയലേലകൾ, നമ്മുടെ തലക്കുളങ്ങൾ, ഇത്രയും റിസോഴ്സ് ഉള്ള ഏതെങ്കിലും ഒരു മണ്ഡലം ഇനി ഈ കേരളത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. പിന്നെ സർക്കാർ തലത്തിലുള്ള പദ്ധതികൾ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയത് ഒരുപക്ഷെ നമ്മുടെ കോവളത്താണ്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോവളം മണ്ഡലം പിടിക്കാൻ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഭഗത് റൂഫസ് ഇറങ്ങിയിരിക്കുന്നത്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസിന്റെ ശേഷി എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ DYFIക്ക് മനസ്സിലാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പരാജയം മനസ്സിലായതോടെ പിണറായിയുടെ സമനില തെറ്റി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബുദ്ധി പോലും മുഖ്യമന്ത്രിക്കില്ല. CPM എല്ലാത്തിലും BJPയുമായി ഒത്തുകളിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെന്നും KC വേണുഗോപാൽ ഇടുക്കി രാജകുമാരിയിൽ പറഞ്ഞു. മാസം 9-ാം തീയതി കഴിഞ്ഞ് മെയ് 4-ന് പെട്ടി ഉറക്കുമ്പോൾ മനസ്സിലാവും കോൺഗ്രസിന് കേരളത്തിൽ എത്ര പാങ്ങുണ്ട്, CPMന്റെ സ്ഥിതി എവിടെയാണെന്നൊക്കെ അന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ പരാമർശത്തിലോടൊന്നും കടക്കുന്നില്ല. പത്രപ്രവർത്തകന്റെ ബുദ്ധിശക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക. അദ്ദേഹത്തിന് സമനില തെറ്റിപ്പോയി. പരാജയം ഉറപ്പ് വന്നുകൊണ്ടുള്ള സമനില. അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്ന ബാലിശമായ കാര്യങ്ങൾ ഉന്നയിക്കല്ലേ വേണ്ടത്. ഇടുക്കിയിൽ കൈരളി TV മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റ ശ്രമം. KC വേണുഗോപാലിന്റെ പ്രതികരണം തേടിയതിന് പിന്നാലെയാണ് സംഭവം. കൈരളിയുടെ റിപ്പോർട്ടർക്ക് നേരെ പ്രവർത്തകർ കൂവി വിളിച്ചു. മാധ്യമപ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. രാജകുമാരിയിലായിരുന്നു സംഭവം. കോട്ടയം പാറയ്ക്കൽ കടവിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. തോട്ടയ്ക്കാട് കാവുങ്കൽ സ്വദേശി അനൂപാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന എബി, ജസ്റ്റിൻ ചാക്കോ എന്നിവരെ പരിക്കുകളോടെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. കോട്ടയം കൊല്ലാട് പാറയ്ക്കൽ കടവ് ഷാപ്പിലെത്തിയ മൂവർ സംഘത്തിന്റെ കാർ നിയന്ത്രണം നഷ്ടമായി തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഷാപ്പിനുള്ളിൽ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്നാണ് 2 പേരെ പുറത്തെടുത്തത്. കോട്ടയത്ത് നിന്നെത്തിയ രക്ഷാസേനാ സംഘം വെള്ളത്തിലിറങ്ങി അനൂപിനെ പുറത്തെടുക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിച്ച അറബ് രാഷ്ട്രങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധമുയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. ആശങ്ക പടർത്തുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കേണ്ടതില്ലെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിച്ച അറബ് രാഷ്ട്രങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ഏകദേശം 1 കോടിയോളം ഇന്ത്യൻ പൗരന്മാർ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവർക്ക് ആവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും നൽകുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് അഗാധമായ നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. मैं गल्फ कंट्रीज का बहुत आभारी हूं. वे ऐसे 1 करोड़ से ज्यादा भारतीयों को वहां पर हर प्रकार की मदद दे रहे हैं. കഴിഞ്ഞ 1 മാസമായി പശ്ചിമേഷ്യയിലെ രൂക്ഷമായ സംഘർഷം ഇന്ധന പ്രതിസന്ധി ഉൾപ്പെടെ ലോകത്ത് നിരവധി വെല്ലുവിളികൾക്ക് കാരണമായി. എണ്ണ വിതരണത്തിൽ വൻ പ്രതിസന്ധിയുണ്ടെങ്കിലും ഇതുവരെ നമ്മുടെ രാജ്യത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. വെല്ലുവിളികൾ നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി ആശങ്ക പടർത്തുന്ന വ്യാജ വാർത്തകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വ്യക്തമാക്കി. അഭ്യൂഹങ്ങളും കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രസ്താവനകളും പ്രചരിപ്പിക്കരുത്. സർക്കാർ നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ കണക്കിലെടുക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 1 മാസമായി ഇസ്രായേൽ US സഖ്യം ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിൽ പങ്കുചേർന്ന യമനിലെ ഹൂതികൾ. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്. ഇറാനെതിരെയായ അധിനിവേശ നീക്കം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചാണ് ഇറാന്റെ കൂട്ടാളികൾ യുദ്ധത്തിൽ പങ്കുചേർന്നത്. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഹൂതികൾ ഇസ്രായേലിനെ നേരിട്ട് ലക്ഷ്യമിടുന്നത്. ഇതോടെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്ക ശക്തമാണ്. ഒരു മിസൈൽ ഇസ്രായേൽ നിർവീര്യമാക്കിയിട്ടുണ്ട്. ഇറാനിലേക്ക് ഇസ്രായേലിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്ന സൂചനയാണ് ഹൂതികൾ നൽകുന്നത്. യമൻ തീരത്തെ ബാബൽ മണ്ഡബ് കടലിടുക്കിലൂടെ പോകുന്ന ശത്രുരാജ്യങ്ങളുടെ കപ്പലുകളെയാകും പ്രധാനമായും ഹൂതികൾ ലക്ഷ്യമിടുക എന്നാണ് കരുതുന്നത്. അതിനിടെ ടെഹ്റാനിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ലബനനിൽ 3 മാധ്യമപ്രവർത്തകരും 1 സൈനികനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുന്ന ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള നേരത്തെ യുദ്ധത്തിൽ കക്ഷി ചേർന്നിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേൽ ലബനനിൽ നടത്തുന്ന ആക്രമണത്തിൽ 1100 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. 2023 ഗാസയിൽ ഇസ്രായേലും ഹമാസും യുദ്ധം തുടങ്ങിയപ്പോൾ പലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ചിരുന്നു. സുയസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിലേക്കും യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ചെങ്കടലിലേക്കും യുദ്ധം പടർന്ന് സുയസ് കനാൽ പ്രതിസന്ധിയായി പരിണമിച്ചാൽ ആഗോള സാമ്പത്തിക സാഹചര്യം വീണ്ടും മോശമാകും. ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ ചരക്കിടനാഴിയാണ് സുയസ്. ആഗോള ചരക്ക് നീക്കത്തിന്റെ 12% ഇതിലൂടെയാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വിദേശ സഹായ നിയന്ത്രണ നിയമ ഭേദഗതി ന്യൂനപക്ഷ സമുദായങ്ങളെ ഉന്നം വെച്ചുള്ളതെന്ന് കത്തോലിക്ക സഭ. മതപരിവർത്തനം തടയാനെന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത്. ഭൂരിപക്ഷ സമുദായങ്ങളിലേക്ക് പരിവർത്തനം നടന്നാൽ കേസില്ല. ചില ന്യൂനപക്ഷ മതങ്ങളിലേക്കുള്ള പരിവർത്തനം മാത്രമാണ് മതപരിവർത്തനമായി പരിഗണിക്കപ്പെടുന്നതെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. 1 or 2 മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ മാത്രമേ കേസുള്ളൂ. ഭൂരിപക്ഷ മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ കേസില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. ഈ നിയമങ്ങളൊക്കെ ബാധിക്കുന്നത് ചിലപ്പോൾ ന്യൂനപക്ഷങ്ങളെ മാത്രമാണ്. നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് വീണ്ടും ടാർഗറ്റഡ് ആകാനായിട്ട് പോകുന്നത് ന്യൂനപക്ഷങ്ങളാണ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയാൽ സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശ സംഭാവനകളെ ആശ്രയിക്കുന്ന ന്യൂനപക്ഷ സാമൂഹ്യ സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനും ഭീഷണിയാകുമെന്നാണ് കത്തോലിക്ക സഭ ചൂണ്ടിക്കാട്ടുന്നത്. വിദേശ സഹായം സ്വീകരിക്കുന്നതിന് നിലവിൽ കർശനമായ വ്യവസ്ഥകൾ രാജ്യത്തുണ്ട്. ഇവ പാലിച്ചുകൊണ്ടാണ് സഹായങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ മതപരിവർത്തനം തടയാനായാണ് പുതിയ ഭേദഗതി എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. ഇതിലൂടെ സർക്കാർ ഉന്നം വയ്ക്കുന്നത് പ്രധാനമായും ന്യൂനപക്ഷങ്ങളെയാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇപ്പം ഞങ്ങളെ ഇവിടെ അല്പമെങ്കിലും കുറേയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ FCRA ഉപയോഗിച്ച് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിത കോളേജുകളോ സ്കൂളുകളോ ആരാധനാലയങ്ങളോ ഒക്കെ ഏറ്റെടുക്കാനും പിന്നെ അത് വിൽക്കാനും, ആ വിറ്റിട്ട് അതിൻ്റെ പണം മറ്റൊരു ഫണ്ടായിട്ട് രൂപീകരിക്കാനുമൊക്കെ ആയിട്ട് അവർ ഒരു നിയമം കൊണ്ടുവരികയാണ്.
വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് പല കാരണങ്ങൾ പറഞ്ഞ് പുതുക്കി നൽകാതിരിക്കാനും അവയുടെ ഫണ്ടുകളുടെയും ആസ്തികളുടെയും നിയന്ത്രണം പിടിച്ചെടുക്കാനുമാണ് നീക്കം. ഇതിൽ സഭകൾക്ക് വലിയ ആശങ്കയുണ്ട്. നിർദ്ദിഷ്ട ഭേദഗതി ക്രൈസ്തവ സ്ഥാപനങ്ങളെ മാത്രമല്ല രാജ്യത്ത് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളെയും ബാധിക്കും. ഭിന്നശേഷി അധ്യാപക നിയമനമടക്കം സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തുവെന്നും ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകൾക്ക് സന്തോഷമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇനി അടുത്ത സർക്കാരാവും നടപ്പാക്കുകയെന്നും റിപ്പോർട്ടിലെ ഏതെല്ലാം ശുപാർശകളാണ് നടപ്പാക്കിയതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം.